ഹലോ. ഒരു മാസങ്ങൾക്ക് ശേഷം ഞാൻ ഇന്നൊന്ന് പുറത്തിറങ്ങിയതാണ് കേട്ടോ. ഒരു മാസമായി, ഒരു മാസം കഴിഞ്ഞു ഞാൻ പുറത്തിറങ്ങിയിട്ട്. പുറത്തിറങ്ങാനും പറ്റത്തില്ല, പുറത്തിറങ്ങാനുള്ള മൂഡും ഇല്ലാത്തൊരവസ്ഥയിലാണ് ഈ വീട്ടിൽ വന്ന അന്ന് മുതൽ താമസിക്കുന്നത് കേട്ടോ. ഇങ്ങനെയൊക്കെ യാത്ര പോകുമ്പോഴാണ് തീരെ കാറിൽ കയറി യാത്ര ചെയ്യുന്നു എന്നൊക്കെ കുറേ ആൾക്കാർ പറഞ്ഞത്. അതെ, കാറിൽ കയറി യാത്ര ചെയ്യാൻ ഈ അവസ്ഥയിൽ പറ്റുന്നത് അതൊരു ടാസ്ക്കാണ് കേട്ടോ. അത് നിങ്ങൾ ആലോചിക്കണം. ഈ പറയുന്ന ഒരു അസുഖവും ഇല്ലാതിരിക്കുന്ന, പ്രശ്നമില്ലാതിരിക്കുന്ന, ബുദ്ധിമുട്ടില്ലാതിരിക്കുന്ന ആൾക്കാർക്ക് ചൊറിച്ചിലാണ്. അത്രേ എനിക്ക് പറയാനുള്ളൂ. അത് അവരുടെ പറച്ചിൽ കാരണമായിരിക്കും ഇപ്പോൾ എനിക്ക് പുറത്തിറങ്ങാനേ പറ്റുന്നില്ല. പുറത്തെന്ന് വെച്ചാൽ ഈ വീടിൻ്റെ സ്റ്റെപ്പിൽ നിന്നൊന്ന് താഴെ ഇറങ്ങണമെങ്കിൽ അതൊരു വലിയ ടാസ്ക്കാണ്. ഞാൻ പോയത് എൻ്റെ വീട്ടിലേക്കാണ്. ഇന്ന് അമ്മമ്മയുടെ ആണ്ടാണ്. അപ്പോൾ അവിടേക്ക് പോയതാണ് കേട്ടോ. എന്തായാലും പോവണ്ടേ. ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ എനിക്ക് വയ്യെന്ന് പറഞ്ഞ് ഞാൻ വാശി പിടിച്ചിരുന്നിട്ട് ഞാൻ തന്നെ തീരുമാനിച്ചു പോവാം, എല്ലാവരെയും കാണണം, കണ്ടിട്ട് കുറേ ദിവസമായി, കണ്ടേ പറ്റുള്ളൂ പറഞ്ഞ് അങ്ങ് ഇറങ്ങിയതാണ് കേട്ടോ. എൻ്റെ സ്ഥലം എന്ന് പറയുന്നത് വർക്കല മുത്താനയാണ്. ജനിച്ചതും വളർന്നതും അവിടെയാണ് കേട്ടോ. അപ്പോൾ അവിടേക്കാണ് പോകുന്നത്. അപ്പോൾ പുറത്തിറങ്ങാൻ പറ്റുന്ന ഈ ഒരു നല്ല ദിവസത്തിന് ദൈവത്തിന് ഇറങ്ങിയ ദിവസത്തിന് നന്ദി പറയും. ഞാൻ അതൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടാണ് വോയിസ് ഓവർ ചെയ്യാമെന്ന് വിചാരിച്ചത്. അങ്ങനെ മതി എന്ന് വിചാരിച്ചു. കാരണം പോസ്റ്റ് അയക്കാനുണ്ടായിരുന്നു. പോസ്റ്റൊക്കെ അയച്ച് അപ്പോൾ അവിടെയൊക്കെ ചെന്ന് അവിടെ എത്തി. അവിടെയൊക്കെ ഭയങ്കര പാടാണ് ഈ കയറിപ്പോകാനൊക്കെ. അമ്മമ്മയുടെ വീടാണ്, പണിയൊന്നും തീർന്നിട്ടില്ല, ആ വീട്ടിലാണ്. അമ്മമ്മ ഈ മരിച്ചിട്ട് 3 വർഷമായി. അപ്പോൾ അമ്മമ്മയുടെ ആണ്ട് 3ാമത്തെ ആണ്ടാണ്. അപ്പോൾ ചില ആൾക്കാരൊക്കെ ചോദിക്കും 3 വർഷം, 4 വർഷം, 5 വർഷമൊക്കെ ആണ്ട് നടത്തുമോ എന്നൊക്കെ ചോദിക്കും. നമ്മുടെ വീടുകളിലൊക്കെ നടത്തും കേട്ടോ. അങ്ങനെയൊക്കെയാണ്. വർക്കല ഭാഗങ്ങളിലൊക്കെ ഉണ്ട്. വർക്കല ഭാഗത്ത് ഇങ്ങനെയുണ്ടോ? അങ്ങനെ ബലിയൊക്കെ ഇട്ടിട്ട് കുഞ്ഞമ്മയൊക്കെ വന്ന് അനിയത്തിയാണ് വീഡിയോ ഒന്നും ഇടല്ലേ എന്ന് 100 വട്ടം പറഞ്ഞു എൻ്റെ അടുത്ത്. എൻ്റെ വീഡിയോ നിന്ന് മാമിയാണ്. അപ്പോൾ മാമി അവിടെ നിന്ന് മാമിയൊക്കെ എടുത്തതാണ്. അപ്പോൾ പിന്നെ എല്ലാവരുമൊക്കെ അവിടെയൊക്കെ വന്നു നിന്നു, കുഞ്ഞമ്മ എല്ലാവരുമൊക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ എടുത്ത് ഇടല്ലേ എന്നൊക്കെ പറഞ്ഞു ഞാൻ ബലമായി പിടിച്ചിട്ടാണ് ഈ വീഡിയോ ഇടുന്നത് കേട്ടോ. ഇടവ പറയും, ഉടനെ ഇട്ടെന്ന് പറയും. അപ്പോൾ നമുക്ക് ഒരു സന്തോഷമാണ്. വല്ലപ്പോഴും കൂടിയാണ് നമ്മൾ ഇങ്ങനെ എല്ലാവരും കൂടി കാണുന്നത്. അനിയൻ്റെ മോനാണ് കാശിയെ വിളിച്ച് ഞാൻ ഒന്ന് നിൽക്കാൻ പറഞ്ഞ് ഇട്ടതാണ് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ ചെന്നപ്പോൾ തന്നെ കഴിക്കാറായി. നമ്മൾ കഴിക്കാനായിട്ടൊക്കെ ഇരുന്നു. കഴിക്കാറായപ്പോഴാണ് നമ്മൾ എത്തിയത്. അപ്പം തന്നെ സദ്യയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ വീട്ടിലോട്ട് കയറിപ്പോൾ ഭയങ്കര ടാസ്ക്കായിരുന്നു. അപ്പോൾ അനിയ ഉണ്ടായിരുന്നു, അവൻ തന്നെ കൊണ്ടുപോയി കയറ്റി ഒരു കുഴപ്പമില്ലാതൊക്കെ കയറി. അപ്പോൾ കടുമാങ്ങ, ഇഞ്ചി തോരൻ, പിന്നെ കിച്ചടി ഇങ്ങനെ വാങ്ങിയതാണ് കേട്ടോ ഊണ്. അപ്പോൾ അങ്ങനെ അപ്പോൾ എനിക്ക് വീഡിയോ എടുത്തു തരാനൊന്നും അവിടെ ആരുമില്ല. ഇവരെല്ലാവരും അപ്പുറത്തിറങ്ങിയിരുന്നു. അപ്പോൾ പിന്നെ നമുക്ക് വീഡിയോ ഒന്നും എടുത്തു തരാറില്ല. അപ്പം ഇവർക്ക് വീഡിയോ എടുക്കുന്നതിൻ്റെ ഒരു ആവശ്യകതയൊന്നും അറിയത്തില്ല. കപ്പയാണ് കേട്ടോ, കിഴങ്ങ്, മരച്ചീനി. അപ്പോൾ നോൺ വെജ് ഉണ്ടാവും, ചിക്കൻ കറി ഉണ്ടാവും. അത് നമ്മുടെ വർക്കല ഭാഗത്തുണ്ടാവും. ബലിയിടാൻ പോണവരൊന്നും കഴിക്കൂല. ഭാഗവതം വായിക്കും, അവർ കഴിക്കൂല, വായിക്കുന്നവർ കഴിക്കില്ല. അങ്ങനെയൊക്കെയാണ് കേട്ടോ ചെയ്യുന്നത്. ഓരോരുത്തർക്കും ഓരോ രീതിയാണ്. നമ്മളിപ്പോൾ എന്നിട്ട് മരിച്ച ആളിന് എന്താണോ ഇഷ്ടം അതെല്ലാം വിളമ്പും. അതാണ് നമ്മുടെ ഒരു രീതി. പരിപ്പ്, പപ്പടം, നെയ്യൊന്നുമില്ല കേട്ടോ. പരിപ്പ്, പപ്പടം, സാമ്പാർ, പുളിശ്ശേരി, പച്ചമോര്, അടപ്പായസം, അടപ്രഥമൻ, ഇത്രയൊക്കെയായിരുന്നു. ഇതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ ഇങ്ങനെ ഇത്രയൊക്കെ എടുത്തിട്ട് പിന്നെ ഞാനെടുത്തു. നല്ല ചിക്കൻ കറിയായിരുന്നു. അതൊക്കെ കൂട്ടി ചിക്കൻ കറിയൊക്കെ കഴിച്ചു. കപ്പയൊന്നും ഞാൻ കഴിച്ചില്ല, ചോറ് കഴിച്ചു. അപ്പോൾ എനിക്ക് എടുത്തു തരാൻ ആരുമില്ലാത്തത് കൊണ്ട് ഞാൻ വളരെ വിഷമത്തിലിരുന്ന് വീഡിയോ ഒക്കെ എടുത്തതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ നമുക്ക് പുറത്ത് പോകാൻ പറ്റുന്നത് വലിയ കാര്യമാണ്. അത് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നവർക്ക് അറിയില്ല കേട്ടോ. ചിക്കൻ കറി നല്ലതായിരുന്നു കേട്ടോ. നല്ല ചിക്കൻ കറിയായിരുന്നു. പിന്നെ ചോറും ചിക്കൻ അതൊക്കെ കഴിഞ്ഞിട്ട് പുറത്തൊക്കെ ആൾക്കാർ കഴിക്കാനൊക്കെ ഉണ്ടായിരുന്നു. കഴിക്കാനൊക്കെ നിൽക്കുകയായിരുന്നു. അമ്മമ്മയാണ്. അപ്പോൾ അമ്മമ്മയ്ക്ക് ഇഷ്ടമുള്ള എല്ലാം വെച്ചിട്ടുണ്ട്. എല്ലാ സാധനവും ഇങ്ങനെ വെച്ചിരിക്കും. ഇഷ്ടമുള്ള സാധനങ്ങളെല്ലാം വയ്ക്കും. പിന്നെ അമ്മാമ്മയുടെ അടുത്ത് പൂവൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അവിടെ ഒന്നും വീഡിയോ എടുത്തില്ല. അപ്പോൾ നമ്മളെല്ലാവരും കുറേ നേരം അവിടെ ഇങ്ങനെ ഇരുന്ന് പുറത്തൊക്കെ കഴിക്കും. നല്ല ചൂടായിരുന്നു. എന്നിട്ട് നമുക്കിങ്ങനെ തിരിച്ച് വരണമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തിരിച്ചു വന്നു. മാമി ഉണ്ടായിരുന്നു. ഇല്ല അങ്ങനെ ഇടല്ലേ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇട്ടതാണ്. അപ്പോൾ എല്ലാവരും കൂടെ നമ്മളെ യാത്രയാക്കാൻ വന്നാണ്. കൊച്ചാമൻ, മാമൻ, അനിയത്തി, കുഞ്ഞമ്മമാർ എല്ലാവരും ഒക്കെ വന്ന് നമ്മൾ തിരിച്ച് മുത്താനയാണ്.
നമ്മുടെ ഇതാണ് മുത്താന. അപ്പോൾ മുത്താനയെ നമ്മൾ തിരിച്ചു വരുന്നതാണ് കേട്ടോ. ഇപ്പോൾ ഇത്രയൊക്കെ ഉള്ളായിരുന്നു വീഡിയോ. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതിന് സന്തോഷം. പുറത്തിറങ്ങുന്നത് ഒരു വലിയ കാര്യമാണ്. അങ്ങനെ അല്ലെങ്കിൽ വിചാരിക്കണം, അയ്യോ ഇങ്ങനെ ഒരാളെയാണ്, അവർക്ക് എല്ലായിടത്തും പോകാൻ പറ്റും. ഒരു മരിപ്പൂട്ടി പോകണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇങ്ങനെ തിരിഞ്ഞ് പോകുന്നത് കേട്ടോ. പോയപ്പോൾ ആ വീട്ടിൽ ആളില്ലായിരുന്നു. അമ്മയുടെ മാമൻ്റെ മോള് മരിച്ചതായിരുന്നു. അന്ന് പോകാൻ പറ്റില്ല, അമ്മയ്ക്ക് പനിയായിരുന്നു. അങ്ങനെ പോയതായിരുന്നു. പക്ഷേ അവിടെ എത്തിയപ്പോഴത്തേക്കും ആളില്ലായിരുന്നു. ഞാൻ അവിടെ നിന്ന് തിരിച്ച് വീട്ടിലോട്ട് വന്നു. അപ്പോൾ ഇങ്ങനെ ഒരു കൊച്ചിന് പോകാൻ പറ്റുന്നത് തന്നെ സന്തോഷം. അങ്ങനെയല്ലേ കരുതാം. ഇങ്ങനെ ഒരു കുട്ടി അല്ലെങ്കിൽ ഇങ്ങനെ ഒരാൾ അവരെ ആരാണോ സഹായിക്കുന്നത് അത് നല്ലതാണെന്ന് ചിന്തിക്കുന്നതാണ് മനുഷ്യർ കേട്ടോ. അത്രേ പറയാനുള്ളൂ. അപ്പോൾ നമ്മളിതേ തിരിച്ചു വരുന്നതാണ്. നല്ല ചൂടായിരുന്നു കേട്ടോ. തിരിച്ചു വന്ന് കല്ലമ്പലമാണിത്. ഇതാണ് നമ്മുടെ കല്ലമ്പലം. അപ്പോൾ കല്ലമ്പലത്ത് നിന്നും നമ്മൾ നേരെ കിളിമാനൂരേക്ക് വന്നു. അപ്പോൾ സ്വന്തം വീട്ടിൽ എത്തിക്കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഈ സ്റ്റെപ്പും എല്ലാം മാറ്റണം. ഈ സ്റ്റെപ്പ് ഇറങ്ങി പോകാനൊക്കെ വലിയ പാടാണ്. എന്നിട്ട് തന്നെ ഹൗസ് ഓണറുടെ പിന്നെ എന്താണ് അവർ പറയുന്നത് കേൾക്കണം. പിന്നെ ഈ ബുദ്ധിമുട്ട് അനുഭവിക്കണം. സ്വന്തം വീടെന്ന ആ ഒരു ആവശ്യത്തിലോട്ട് പോകാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളതാണ് ഏറ്റവും വലിയ വിഷമം. എത്രയും പെട്ടെന്ന് സ്വന്തം വീടാവണം. എല്ലാവരും പ്രാർത്ഥിക്കണം സ്വന്തം വീടാവാൻ. അവിടെ എന്തായാലും ഇങ്ങനൊരു സ്റ്റെപ്പ് ഉണ്ടാവില്ല. ഇഷ്ടം പോലെ ഇറങ്ങി പോകാൻ പറ്റുന്നൊരു അവസരം ഉണ്ടാക്കണം. അതിന് നമ്മളെ കൊണ്ടുപോകാൻ ആളുണ്ടാവണം. ആ ആൾക്കാർക്ക് നല്ലതുപോലെ ജീവിക്കാനും പറ്റണം. അങ്ങനെയൊക്കെ ചിന്തിക്കണം. അല്ലാതെ കാറുണ്ട്, പെട്രോൾ അടിക്കണ്ടേ, വെള്ളം എടുത്തൊഴിച്ചിട്ട് പോകുമോ എന്ന് ചോദിച്ച ഒരാളുണ്ട്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. ടാറ്റാ.